ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മേക്കിംഗ് വീഡിയോസ് ഒന്നല്ല. ഞാൻ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഞാനും കുറച്ച് ഫാമിലീസും പാടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് കാണിച്ചിരുന്നത്. അതിൽ കാര്യങ്ങൾ ഇതിനെങ്ങനെയുണ്ട് കാണാനെന്നും അതവിടെ എത്ര റേറ്റ്, ടിക്കറ്റ് ചാർജ് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിർബന്ധിച്ച് ഞാൻ ആരെയും കാണാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കൊടൈക്കനാൽ കാണാൻ ആഗ്രഹമുള്ളവർക്ക്, എന്നെപ്പോലെ കുറേ ആഗ്രഹിച്ചിട്ട് കാണാൻ ഇങ്ങനെയൊക്കെ അവിടെ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ളത് മാത്രം കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന കൊടൈക്കനാലിലേക്കായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച രാത്രിയാണ് പുറപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 സംതിങ് 300 കിലോമീറ്ററിൻ്റെ അടുത്തോളം ദൂരമുണ്ട്. ഞങ്ങൾ രാത്രി 10:30-ഒക്കെയാണ് 9:00-ക്ക് പോകുമെന്ന് പറഞ്ഞു, പക്ഷേ 10:30-ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കൊടൈക്കനാലിന് നമ്മളെ വ്യൂ പോയിൻ്റ് എന്ന് പറയും, സൂയിസൈഡ് പോയിൻ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ എന്തോ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ ടിക്കറ്റ് ചാർജ് 10 രൂപ വരുന്നുള്ളൂ. നമ്മൾ കൊടൈക്കനാലിൽ എത്തിയാൽ നമ്മൾ വണ്ടി ഇങ്ങോട്ട് പോരില്ല, ബസ്സായിരുന്നു കേട്ടോ, വലിയ ബസ്സായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് പോരില്ല, നമ്മൾ വേറെ അതായത് 2 ബസ്സിലായിട്ടാണ് അതിലത്തെ ആൾക്കാരുകളൊക്കെ തിരിഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയ ബസ്സും പിന്നെ ഒരു ട്രാവലറും. അപ്പോൾ അവരെന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടും കൂടി 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ എക്സ്ട്രാ വെയിറ്റിംഗ് ചാർജ് വരേണ്ടി വരും എന്ന് പറഞ്ഞു, എക്സ്ട്രാ ചാർജ് ഈടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഇതുണ്ട്, അതിൻ്റെ നിറവും നല്ല വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ കൊടൈക്കനാലിലുള്ള വ്യൂസാണിത്. സൂയിസൈഡ് പോയിൻ്റ് എന്നും അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പിന്നെ ഇതാണ് നമ്മളെ പൈൻ ഫോറസ്റ്റ് എന്ന് പറയില്ല, അത് കുറേ സിനിമ ഷൂട്ടിങ്ങൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കുറേ ഫോട്ടോസൊക്കെ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഭയങ്കര ആഗ്രഹിച്ചിട്ടുണ്ട് അതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും അതിനും പറ്റി. അപ്പോൾ അതിന് നമുക്ക് 10 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുതിര സവാരിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ക്യാഷ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ ക്യാമറയിലാണ് നമുക്ക് എടുത്തിട്ട് ഫോട്ടോസാക്കി തന്നെ എക്സ്ട്രാ ക്യാഷ് വരും കേട്ടോ. നമ്മളെ രീതിയിൽ തന്നെ ഇതാക്കണമെങ്കിൽ പ്രശ്നമല്ല. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു, നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു കേട്ടോ. വണ്ടി കുറേശ്ശെ ഇഴഞ്ഞ് പോകുന്നേ ഉള്ളൂ. ഞങ്ങൾ 12:30-ക്കൊക്കെ വണ്ടിയിൽ കയറിയിരുന്നാണ്. ഞങ്ങൾക്ക് ഈ 3 സ്ഥലത്ത് ഇറങ്ങിയപ്പോഴത്തിന് വൈകുന്നേരം 7 മണിക്കാണ് ഞങ്ങൾ കൊണ്ടുവന്നിറക്കുന്നത്. പക്ഷേ നോക്കുകയാണെങ്കിൽ അതൊരു 2 മണിക്കൂറിൻ്റെയൊക്കെ യാത്ര വന്നിട്ടുള്ളൂ, യാത്രയില്ല, സ്ഥലങ്ങൾ കണ്ടാൽ. ഇതാണ് ഗുണ കേവ് കേട്ടോ. ഗുണ കേവിലോട്ട് നമുക്ക് ഇങ്ങനെയാണ് എൻട്രി ഫീസും 10 രൂപ വരുന്നത്. ഇതുപോലെ പോകണം, എന്നിട്ടാണ് നമ്മൾ ആ സിനിമയിലെ കണ്ട പോലെ തന്നെയൊക്കെ അതൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയും 10 രൂപ തന്നെ ഫീസ് വരുന്നത്. നമ്മൾ അവസാനം എത്തിയിട്ടുള്ളത് ഈ ഗുണ കേവിലാണ്. പിന്നെ തടാകത്തിൽ എത്തിയിട്ടില്ല, തടാകം നമ്മൾ കണ്ടില്ല കേട്ടോ. അപ്പോഴത്തിന് രാത്രിയായി. പിന്നെ തടാകം കാണാൻ കണ്ടു, പക്ഷെ നമുക്കതിൽ ബോട്ട് സവാരി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അത് ശനിയാഴ്ചയാണല്ലോ, ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രിയാണ് പോയത്. ശനിയാഴ്ചയാണ് നമ്മൾ അവിടെ ഇതാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂം എടുത്തിട്ട് അവിടെ തങ്ങാനും നിന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി ഫുഡ് കഴിച്ചതിന് ശേഷം രാവിലത്തെ ഫുഡ് കഴിക്കുന്നവരെ 10-11 മണിയായിട്ടുണ്ട്, 10:30 ആയിട്ടുണ്ട്. 11 മണി നേരത്തെ ഫുഡ് കഴിച്ചതിന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇവിടേക്ക് കാണുന്നത് കേട്ടോ. ഈ സമയം ഇവിടെ ഇപ്പോൾ എത്തുന്ന സമയം 3:30-4 മണിക്കൊക്കെയാണ് കേട്ടോ. 4 മണി 4:30 ആയിക്കുന്ന ഈ ടൈം ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ ആ വേര് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ കണ്ട പോലെ തന്നെ ആ വേര് കാണാൻ കഴിയുന്നില്ല, അത്രയും ആളുകളാണ് കേട്ടോ ചുറ്റി നിൽക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കണ്ടോ ഇത്രയും ആളുകളുണ്ട്. എന്താ കണ്ടോ, അതെവിടെയാണ് ആ വേര് തന്നെ കിടക്കുന്നതിന് കാണാൻ കഴിയില്ല, അത്രയും ആളുകളുണ്ട്, കുറേ ഇതുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടതിന് ശേഷമായിരിക്കും എല്ലാവരും ഇത് കാണാൻ വരുന്നത്. അതിൻ്റെ മുന്നേ ഇത്ര തിരക്കുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഗുണ കേവ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഗുഹകൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അവിടെയൊക്കെ ഈ കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ, മുകളിലോട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കമ്പി ഇട്ടിട്ടുണ്ട്, ഇതാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിൽ ആ സിനിമയിൽ കണ്ട പോലെ തന്നെ പോയാൽ പിന്നെ കിട്ടൂല. ഫോൺ തന്നെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ, കാരണം ഫോണെങ്ങാനും താഴോട്ട് പോയാൽ പിന്നെ അത് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അതിൻ്റെ ചെറിയ ഡൗട്ടും പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലൂടെയാണ് അവർ ഇറങ്ങിയിട്ടുള്ളത്, ആ സിനിമയിൽ കണ്ട പോലെ തന്നെ ഇതിലൂടെ കേട്ടോ. മുകളിൽ അപ്പുറത്തെ അങ്ങേയറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ പെയിൻറ്റും ആ ഗ്രില്ലൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ, അതിനൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല, അതേപോലെ തന്നെയാണ്. ആ സിനിമയിൽ കണ്ട പോലെ തന്നെയാണ് കളറൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മളോട് ആ ഡ്രൈവർ ഞങ്ങളെ ബസ്സിൽ, ഞങ്ങൾ പറഞ്ഞ ചെറിയൊരു ബസ്സിൽ എടുത്ത് അവർ പറഞ്ഞത് 7500 സ്ക്വയർ ഫീറ്റ് അടി താഴ്ചയുണ്ട് അത്ര ഇതിന്. അത്രയും താഴ്ചയിലാണ് നിൽക്കുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 7500. അപ്പോൾ എത്ര ആലോചിച്ച് നോക്കി,
അള്ളാ അടിഭാഗത്ത് നമുക്ക് കാണൂല കേട്ടോ. നമുക്ക് ഇതിൻ്റെ എൻ്റെ ഒന്നും കാണാൻ തന്നെ പറ്റില്ല. പിന്നെ അതാണ് പില്ലർ റോക്സ് എന്തോന്ന് പറഞ്ഞ് ഇതാണ് നമ്മളവിടെ മടക്കാണ് കേട്ടോ. മടക്കുന്ന വഴിയാണ് കണ്ടൊക്കെ കാണുന്നത്. നമ്മൾ ഗുണാക്കേവൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങനെ മടക്കത്തിലാണ് നമുക്ക് ഇവിടുന്ന് ആ വ്യൂസ് കാണുന്നത്. എങ്ങനെയാണ് ആ ഗുഹൻ്റെ പുറത്തുള്ളതും നമുക്ക് വ്യൂസ് കാണുന്നത് ഇവിടെ പറ്റിയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് കേട്ടോ, അത് കാണാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് അതിന് 10 രൂപ കൊടുക്കണം. 10 രൂപ എത്രയാണോ ഞങ്ങൾ അവിടെ കണ്ടില്ല. ഇതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് ഇപ്പോൾ അവിടെ ഒരു ആളെ കണ്ടില്ല, അതോടെ ഇപ്പുറത്തോട്ടായിട്ട് നമുക്കിതാ ഇവിടെ ഈ ഭാഗത്തോട്ട് നമുക്ക് കാണാൻ സ്ഥലമുണ്ട്. പക്ഷെ അത്ര ഉയർത്ത് കാണില്ല, എന്നാലും ഇവിടെ അങ്ങനെ കാണാൻ പറ്റും. അവിടെതായി ലവ് ഫോറസ്റ്റ് കൊടൈക്കനാൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, ഇതാണ്. ഇവിടെയൊക്കെ നമ്മൾ കടകളുണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് ചോക്ലേറ്റിൻ്റെയൊക്കെ ഒറിജിനൽ ചോക്ലേറ്റൊക്കെ കിട്ടുന്ന കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. ചോക്ലേറ്റ് അങ്ങനെ പല നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കുറഞ്ഞ ആൾക്കാർക്ക് വേണവരെന്നുള്ളവർ. അല്ലാന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാനിത് ഇട്ടത്. എൻ്റെ ഫോണിൽ നിന്ന് എന്തായാലും നമുക്ക് ഡിലീറ്റ് ആയി പോകും, ഫോൺ മാറിയാൽ അങ്ങനെ പോകും. അപ്പോൾ ഇത് കണ്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ യൂട്യൂബ് ബ്ലോക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാവുമല്ലോ, ചാനലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലൊരു തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ അങ്ങോട്ട് എത്തിപ്പെട്ട തന്നെ ഒരു ചുരം, ഞാൻ താമരശ്ശേരി ചുരം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ചുരം എനിക്ക് തോന്നുന്നു 57 കിലോമീറ്ററിൻ്റെ ചുരം വരുന്നുണ്ട് കേട്ടോ. അത്രയും വലിയ ചുരമാണ്. നമ്മൾ കയറിയത് ഒരു ചുരത്ത് കൂടെയും ഇറങ്ങിയത് വേറെ സ്ഥലത്ത് കൂടെയാണ് കേട്ടോ. നമ്മൾ കയറിയത് പഴനി വഴിയുള്ള ചുരത്തിലൂടെ 53 കിലോമീറ്ററാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇറക്കം നമ്മൾ എന്താ പറയുക, തേനി വഴിയായിട്ട് 3 മണിക്കൂർ റണ്ണിങ് ഉണ്ടെന്ന് പറഞ്ഞ് തേനി കമ്പം തേനി ആ റൂട്ടിലൂടെ അതൊരു ചുരം തന്നെയാണ്. അത് ഇറക്കുക അങ്ങനെയാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഊട്ടി ഇതുവരെയും കാണാത്ത ആളാണ് ഞാൻ. എന്നെപ്പോലെ ഊട്ടി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണേ. ഊട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടുന്ന് ഇത്ര ദൂരമൊന്നുമില്ല. രാവിലെ സുബഹിക്ക് പോയാൽ അന്ന് രാത്രി തന്നെ തിരിച്ചെത്താവുന്നേ ഉള്ളൂ. പക്ഷേ ഇതുവരെയും ആയിട്ടും ഞാൻ ജനിച്ചിട്ട് അത്രയും വർഷമായിട്ട് ഊട്ടി കണ്ടിട്ടില്ല. മൈസൂരും ഒക്കെ ഞാൻ സ്കൂളിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അതുപോലെ മലമ്പുഴ കണ്ടിട്ടുണ്ട്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ എൻ്റെ ഒപ്പം കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമ്മൾ കൊടൈക്കനാലിൽ ചെല്ലുമ്പോൾ ഇല്ല ഒരു ഇതാണ് കേട്ടോ, വെള്ളച്ചാട്ടമാണ്. പിന്നെ നമ്മൾ റൂമാണ് കേട്ടോ കാണുന്നത്. ഈ റൂമിൽ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തിക്കനുസരിച്ച് നല്ല റേറ്റും ഉണ്ട്. നമ്മൾ റൂമിന് 10 മണി ടു 10 മണി വരെ, രാവിലെ 10 മണി എടുത്താൽ പിറ്റേ ദിവസം 10 മണി വരെ നമുക്ക് ഇതിന് 2500 രൂപയാണ് വരുന്നത്. പക്ഷെ നമ്മൾ രാവിലെ തന്നെ 7 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിക്ക് തന്നെ നമ്മളൊക്കെ റെഡിയാക്കി 7 മണിക്ക് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രാവിലത്തെ ആണ് കേട്ടോ. പോകുന്ന അന്ന് രാവിലെയുള്ള വ്യൂസാണ് ഞാൻ കാണിച്ചു തരുന്നത്. നല്ല ക്ലീനിങ് ഒക്കെ ഉള്ള വീട് തന്നെ, ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഇതിൻ്റെ പേരിപ്പോൾ എന്താ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. എന്താ ഹോട്ടൽ റെസിഡൻസി എന്നോ അതെന്തോന്നാണ്, കൊങ്ങെന്നോ എന്താ പേര് ആദ്യമുണ്ട്. ഈ തലയണമ്മ ഉണ്ടായിരുന്നു എന്താ കൊങ്ങ് റെസിഡൻസി, അതാണ് കേട്ടോ, അതാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നല്ല വൃത്തി നീറ്റൊക്കെ ഉണ്ടായിരുന്ന ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേന്ന് ഞങ്ങൾ പോരുന്നതിൻ്റെ നമ്മൾ ഇത് കണ്ടല്ലോ, കൊടൈക്കനാൽ ഗുണാക്കേവൊക്കെ പോയി വന്നതിന് ശേഷം ക്യാമ്പ് ഫയർ അങ്ങനെ നല്ല തണുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് DJ ആൻഡ് ക്യാമ്പ് ഫയർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചാണ്ട് പിന്നെ രാത്രി ഹോട്ടലിലോട്ട് തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ചില ആൾക്കാർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും, പോകാൻ പറ്റിയ സാധാരണക്കാർക്കൊന്നും ചിലപ്പോൾ ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോകാൻ നല്ല റേറ്റ്, നല്ല അത്യാവശ്യം ക്യാഷ് തന്നെ വേണം. കുറച്ച് 1000-2000 രൂപയുണ്ടായി പോയി വരാൻ പറ്റുന്ന സ്ഥലമല്ല കൊടൈക്കനാൽ. കുറച്ച് നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുറച്ച് അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, ആഗ്രഹിച്ചിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. നമ്മൾ രാവിലെ തന്നെ കേട്ടോ, നമ്മളെ പറഞ്ഞല്ലോ ഞാൻ ആ ചുരം കയറുന്നത്, ആ ചുരം കയറുന്ന വ്യൂസാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി. ഇനി ഇവിടെ നിന്നാണ്ട് 2-3 മിനിറ്റ് ഈ ചുരം കയറുന്ന തന്നെയാണ് കേട്ടോ. ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, നമ്മുടെ ഫോണിലും ചാർജ് തീരും. അപ്പോൾ കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് TV-യിലൊക്കെ ഇങ്ങനത്തെ വ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബസ്സിലൂടെ പോകുമ്പോൾ ഒരു സൈഡൊക്കെ നോക്കുമ്പോൾ പേടിയാവും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഒരു ചിന്ത വരും, എന്താ പറയുക, പേടി. ഇത്രയും ആഴ്ചയിൽ അവിടെയൊക്കെ കൃഷികളുണ്ട് കേട്ടോ. നമുക്കവിടെ ബട്ടർ കണ്ടു, അതുപോലെ വാഴ, അത് നമ്മളെല്ലായിടത്തും ഉണ്ട്. ബട്ടർ കണ്ടു, പിന്നെ ഇപ്പം എന്താ കണ്ടത്, കാറ്റാടിയോ എന്തൊക്കെയോ പറഞ്ഞു. ബട്ടർ കണ്ടു, പിന്നെ ഇപ്പം എന്താ കണ്ടത്, പിന്നെ മടക്കത്തിലാന്ന് തോന്നുന്നു. വേറെ എന്താ ഇപ്പം കണ്ടല്ലോ, എനിക്ക് ശരിക്കൊരു ഓർമ്മ ഉണ്ട്, നമുക്ക് ഒരു പേര് കിട്ടുന്നില്ലല്ലോ. വേറെ എന്തോ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചക്ക മടക്കത്തിലാണ് കേട്ടോ. ചക്ക നല്ലോണം നല്ല വലിയ മരങ്ങളൊക്കെ ആയിട്ട് ചക്കകളൊക്കെ ഉണ്ട്. ബട്ടർ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ പേര് പറഞ്ഞു, എനിക്ക് ശരിക്കൊരു ഓർമ്മയില്ല അപ്പോൾ ഇതിൻ്റെ പേര്.
കണ്ടല്ലോ, ഇതാണ് ആ മുകളിൽ കാണുന്നില്ലേ, അതാണ് കൊടൈക്കനാൽ. നിങ്ങൾ കണ്ടല്ലോ അവിടെ മുകളിൽ, ഇപ്പോൾ വീട്ടിൽ കാണുന്നത് അത് കാണാം, അവിടെ മുകളിൽ വെള്ള അവിടേക്ക് എത്തണം. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് നമുക്ക് 7500ഓളം അടി ഉയരത്തിലാണ്, ഇപ്പം കുറേ അടി ഉയരത്തിലാണ് കേട്ടോ പോകുന്നത്. കാരണം എത്ര മണിക്കൂറാണ് എനിക്ക് ഓർമ്മയില്ല, 54 കിലോമീറ്റർ നമ്മൾ ചുരം യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ രാവിലത്തേതാണ്, രാവിലെ 6 മണിക്കുള്ള വ്യൂസാണ് കേട്ടത്. 6 മണിക്കൊക്കെ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. 5:30 6 മണിക്കൊക്കെയാണ് ചുരം കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ വലിയ തണുപ്പൊന്നും തോന്നിയില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രി കറങ്ങി ആണ് വന്നല്ലോ, അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കറങ്ങിയൊക്കെ വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് ഹോട്ടൽ, നമ്മുടെ കേരള ഹോട്ടലൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഭക്ഷണം തന്നെയായിരുന്നു, ഭക്ഷണത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അൺലിമിറ്റഡ് ഫുഡായിരുന്നു കേട്ടോ അവിടെ. നമുക്ക് അവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വേറെ എവിടെ അൺലിമിറ്റഡ് കിട്ടി, രാമക്കൽമേട്, അവിടെ നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ സൂപ്പറായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല നമുക്ക് തലേന്ന് പോയപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കം വെച്ചിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ കാര്യമായിട്ട് നമ്മൾ സ്ഥലം കാണാനല്ലേ പോകുന്നത്. അപ്പോൾ ഏത് രാത്രിയാണെങ്കിലും ഞാൻ നല്ല ഉറക്കം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴനി വഴിയാണ് പോകുന്നത് പറയുമ്പോൾ എനിക്ക് ആ പഴനിത്തെ ടെമ്പിൾ ഉണ്ടാവില്ല, ആ ടെമ്പിൾ കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രാത്രിയാണ് പോയത് കൊണ്ട് തന്നെ അതിൻ്റെ ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ടെമ്പിളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ടെമ്പിൾ നമ്മൾ അങ്ങനെ കണ്ടു. അപ്പോൾ ആ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് ഉറങ്ങിയതേ ഇല്ല. പിന്നെ ഒരു 3:30 4 മണിയാകുമ്പോൾ ആണ് നമ്മൾ ആ ടെമ്പിൾ കണ്ടത്. പിന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കണ്ണ് ചിമ്മിയിട്ടുള്ളൂ, അരമണിക്കൂറും ചെയ്തിട്ടില്ല, 10 മിനിറ്റ് നേരം. അതുകൊണ്ട് പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഫോട്ടോയിലൊന്നും ഒരു ക്ലിയറും ക്ലാരിറ്റി അങ്ങനത്തെ ഒന്നുമില്ല. കാരണം നമുക്കൊന്ന് ഉറക്കം തൂങ്ങി മാതിരി ഉണ്ടാവുമല്ലോ റൂമിലോ. ഇതൊക്കെ കാണും, റൂമിലോട്ട് ചെന്നാൽ കിടക്കാന്നുള്ളത്. പിന്നെ അന്ന് രാത്രി തന്നെ റൂമിലോട്ട് ചെന്ന് ഒക്കെ തലേന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ചു. നമുക്ക് ടൈമില്ല, പിറ്റേ ദിവസം പോകേണ്ടതല്ല, രാവിലെ തന്നെ എണീറ്റ് പോകണം. 6 മണിക്ക് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 6 മണിയല്ല, നമ്മൾ 7 മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ. കുട്ടികളും മക്കളൊക്കെ എടുത്ത് ഇതായി വരുമ്പോഴത്തേന് ടൈം എടുക്കുമല്ലോ. അങ്ങനെ ഏതായാലും നമ്മൾ അങ്ങനത്തെ ആ ട്രിപ്പ് അന്ന് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ അവിടുന്ന് പോന്നു. 7 മണിക്ക് നമ്മൾ അവിടുന്ന് പോന്നിട്ട് നേരെ കമ്പന്തേനി അതിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് തന്നെ, ചെറുതല്ല, കുറച്ച് അവിടെ എന്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ പറയാം കേട്ടോ. അതും ചെറിയ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം, കാരണം ഇതിൽ ഉൾക്കൊള്ളിച്ചാൽ കൊടുത്ത് വീഡിയോ ലെങ്ത്തായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി. കാരണം നമ്മൾ ഒരു കയ്യിൽ മോളെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം മോൻ്റെ കയ്യിൽ കൊടുത്താൽ ചിലപ്പോൾ ഉറങ്ങൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ താഴെ പോകും, അപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ ഒക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഇനി മേക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട്, ഞാൻ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മേക്കിംഗ് വീഡിയോസ് പുതിയ വെറൈറ്റീസൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെയൊക്കെ ഓരോ മോഡൽസ് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മോഡൽസ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഐഡിയകൾ കിട്ടിയിട്ടുണ്ട്. ഓരോ കസ്റ്റമേഴ്സ് നമുക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അവർക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വയ്യ, അപ്പോൾ അവർ ചെയ്ത മോഡൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ താങ്കൾ വെള്ളച്ചാട്ടം കണ്ടല്ലോ, വെള്ളച്ചാട്ടം പോകുന്നത് കണ്ടല്ലോ അല്ലേ. നമ്മൾ മുകളിൽ കണ്ട വെള്ളച്ചാട്ടമാണ് കേട്ടോ. മുകളിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് എന്നുള്ളത്. കൊടൈക്കനാലിലെത്തിയാൽ ആ വെള്ളച്ചാട്ടമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.